എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. കഥേമമ്മയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മഹാഭാരതത്തിൽ വനപർവ്വത്തിൽ യുധിഷ്ഠിര മഹാരാജാവ് വളരെയധികം വിഷമിച്ചിരിക്കുന്ന ഒരു രംഗം വർണ്ണിക്കുന്നുണ്ട്. അദ്ദേഹം ഇങ്ങനെ വിഷമിച്ചിരുന്നിട്ട് പറയുകയാണ്, എന്നെപ്പോലെ ബുദ്ധിമുട്ട് അനുഭവിച്ച ഒരാൾ വേറെ ഉണ്ടാവുമോ? ഞാൻ എങ്ങനെ കഴിഞ്ഞിരുന്ന ആളാണ്. ഇന്ദ്രപ്രസ്ഥത്തിൽ എനിക്കില്ലാത്തതായിട്ടൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എൻ്റെ ഒരു അനാവശ്യമായിട്ടുള്ളൊരു പ്രവൃത്തി കൊണ്ട് എൻ്റെ ഭാര്യയും എൻ്റെ സുഹൃത്തുക്കളും എൻ്റെ സഹോദരന്മാരും എല്ലാവരും ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ട അവസ്ഥ വന്നുല്ലോ. എന്നെപ്പോലെ ഗതികെട്ട, എന്നെപ്പോലെ ഇങ്ങനെ പ്രയാസപ്പെട്ട ആരെങ്കിലും ഈ ലോകത്ത് ഉണ്ടാവുമോ എന്ന് അദ്ദേഹം ചോദിച്ച സമയത്ത് ഈ ചോദ്യം ബഹൃദശ്വൻ എന്ന് പറയുന്ന ഒരു മഹർഷി കേട്ടു അത്രേ. മഹർഷി പറഞ്ഞു മഹാരാജാവിനോട്, യുധിഷ്ഠിര മഹാരാജാവേ, അങ്ങ് ഈ ചോദിച്ച ചോദ്യം വളരെ നന്നായി. അങ്ങക്ക് ഇപ്പൊ തോന്നലുണ്ട്, അങ്ങ് കരുതുന്നത് അങ്ങാണ് ഏറ്റവും നിർഭാഗ്യവാൻ, അങ്ങാണ് ഏറ്റവും ഭാഗ്യം കെട്ടവൻ, അങ്ങാണ് ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിച്ചത് എന്നൊക്കെയാണ്. എന്നാൽ ഞാൻ അങ്ങേക്ക് ഒരു കഥ പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് മഹാഭാരതത്തിൽ പറയുന്നൊരു കഥ ഈ ലോകം മുഴുവൻ വ്യാപിച്ച് കിടക്കുന്നുണ്ട്. ആ കഥയാണ് സാക്ഷാൽ നളചരിതം, നളൻ്റെ കഥ. ഇന്നത്തെ ഈ അധ്യായത്തിൽ നമ്മൾ പരിശോധിക്കുന്നത് ആ നളചക്രവർത്തിയെക്കുറിച്ചാണ്. നോക്കൂ, ഭാരതത്തിന് പുറത്ത് ഭാരതത്തിൻ്റെ ഇതിഹാസങ്ങളും പുരാണങ്ങളൊക്കെ വളരെ വലിയ തോതിൽ പ്രചരിച്ചിട്ടുണ്ട്. രാമായണമൊക്കെ അതിൽ ഏറ്റവും മുൻഗണനയിൽ നിൽക്കുന്ന ഗ്രന്ഥമാണ്. പല വിദേശ രാജ്യങ്ങളിൽ പോയാലും അവിടെയൊക്കെ രാമായണത്തിൻ്റെ ഒരു തുടർച്ച അല്ലെങ്കിൽ രാമായണത്തിൻ്റെ അടയാളങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ ഏറ്റവും കൂടുതൽ പ്രശസ്തമായിട്ടുള്ളൊരു കാവ്യമാണ്, ഭാരതത്തിൽ നിന്ന് പോയ ഏറ്റവും മഹത്തരമായിട്ടുള്ള കാവ്യങ്ങളിൽ ഒന്നാണ് ഈ നളൻ്റെയും ദമയന്തിയുടെയും കഥ എന്നാണ്. ഉണ്ണായി വാര്യർ അതിനെ അനുസ്മരിച്ചുണ്ടാക്കിയിട്ടുള്ള ഏറ്റവും മഹത്തരമായിട്ടുള്ള ഒരു കലാരൂപ സൃഷ്ടിയിലുള്ള നളചരിതം ആട്ടക്കഥ നമുക്ക് കേരളീയർക്ക് അഭിമാനിക്കാവുന്ന ഒന്നാണ്. ഇങ്ങനെ നളൻ്റെയും ദമയന്തിയുടെയും കഥ പലതരത്തിൽ പല കലാരൂപങ്ങളായിട്ട് ലോകം മുഴുവൻ ഇങ്ങനെ വ്യാപിച്ചു കിടക്കുന്നുണ്ടെന്നാണ്. അതിൽ ആ നളചക്രവർത്തിയെക്കുറിച്ചാണ് ഇന്നേ ദിവസം നമ്മൾ സംസാരിക്കുന്നത്. നളൻ നിഷാദ രാജാവായിരുന്നു. അദ്ദേഹം ഒരു വലിയ ചക്രവർത്തിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രതാപത്തിനൊന്നും ഒരു കുറവും ഉണ്ടായിരുന്നില്ല. കാണാനാണെങ്കിൽ അതിസുന്ദരനായിട്ടുള്ള ഒരു കുമാരനായിരുന്നു നളൻ. അദ്ദേഹത്തിന് സൂര്യൻ്റെ കാന്തിയായിരുന്നു എന്ന് പറയുക, അത്ര തേജസ്സാത്ര അദ്ദേഹത്തെ കാണാൻ. ആളുകളൊക്കെ അദ്ദേഹത്തെ മോഹിച്ചിരുന്നു വിവാഹം കഴിക്കണമെന്ന്. അത്ര ഗംഭീരമായിട്ട് സൗന്ദര്യവും പാണ്ഡിത്യവും ഒക്കെയുള്ള ഒരു രാജകുമാരൻ. അദ്ദേഹത്തിന് വിശേഷമായിട്ട് ചില കഴിവുകൾ ഉണ്ടായിട്ട് പറയാറുണ്ട്. അതിലൊന്ന്, അദ്ദേഹത്തിന് ഈ രഥം തളിക്കാൻ, ഈ കുതിരകളെ പായിക്കാനുള്ള വിദ്യ ഗംഭീരമായിട്ട് അറിയായിരുന്നു എന്നാണ്. അദ്ദേഹത്തിന് രഥം, കുതിര അത് വളരെയധികം താല്പര്യമായിരുന്നു. എപ്പോഴും അദ്ദേഹത്തെ കാണുക ഒന്നെങ്കിൽ ഈ കുതിരയുടെ ആലയത്തിലോ അല്ലെങ്കിൽ രഥം നടത്തുന്ന അല്ലെങ്കിൽ രഥഘോഷയാത്രകൾ നടത്തുന്ന വേദികളിലോ വളരെ താല്പര്യത്തോടു കൂടി അദ്ദേഹം പോയി നിൽക്കാറുണ്ടെന്നാണ്. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട വിനോദം. മഹാഭാരതത്തിൽ തന്നെ സഹദേവൻ എന്ന് പറയുന്ന ഭഗവാൻ നാരായണൻ്റെ സുഹൃത്തായിട്ടുള്ള അർജുനൻ്റെ സഹോദരൻ സഹദേവൻ, ആ സഹദേവൻ്റെ തുല്യത നളനുണ്ടായിരുന്നു. അല്ലെങ്കിൽ നളന് തുല്യമായിട്ടൊരു കഥാപാത്രമായിട്ട് മഹാഭാരതത്തിൽ പറയുന്നത് ഈ പറഞ്ഞ സഹദേവനെയാണ്. കാരണം ഇവർ രണ്ടുപേരും ഭയങ്കര പാണ്ഡിത്യമുള്ള ആൾക്കാരായിരുന്നു. ഇവർ എഴുതാത്തതായിട്ടുള്ള ഗ്രന്ഥങ്ങളൊന്നും ഇല്ല എന്നാ. അപ്പം നളൻ തന്നെ നാഗസ്തോത്രങ്ങളൊക്കെ എഴുതിയത് നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ളൊരു ചക്രവർത്തിയായിരുന്നു നളൻ എന്ന് നമുക്ക് തോന്നിപ്പോവും. അത്രയധികം പാണ്ഡിത്യമാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് എന്നുള്ളത് അദ്ദേഹം എഴുതിയിട്ടുള്ള കാവ്യങ്ങൾ മാത്രം വായിച്ചു പോയി കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പം ശരീരം കൊണ്ട് സുന്ദരൻ, പാണ്ഡിത്യം കൊണ്ട് കേമൻ, ധർമ്മം കൊണ്ടും ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരാൾ. അങ്ങനെ ഒരാളെ വിവാഹം കഴിക്കാൻ ആരാണ് താല്പര്യപ്പെടാത്തത് അല്ലേ? അങ്ങനെയുള്ള ആ നളൻ ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ ഉദ്യാനത്തിൽ ഇങ്ങനെ ഈ പക്ഷികൾക്കും മൃഗങ്ങൾക്കും പൂക്കൾക്കൊക്കെയുള്ള സുഖവിവരങ്ങളൊക്കെ അന്വേഷിച്ച് നടക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു ഹംസം അവിടെ ഇരുന്ന് ഉറങ്ങണത് കണ്ടു എന്നാണ്. ആ ഹംസത്തിനെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് ഒരു കൗതുകം തോന്നി. ഇതിനെ ഒന്ന് പിടിച്ചാൽ നന്നായിരുന്നു എന്ന് കരുതിയിട്ട് ആ ഹംസത്തെ അദ്ദേഹം പോയിട്ട് വല വീശി പിടിച്ചു. അതോടുകൂടി ഹംസം കടന്ന് കരയാൻ തുടങ്ങി. ഞാനാണെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ സ്വതന്ത്രമായിട്ട് ഇങ്ങനെ സഞ്ചരിക്കുന്ന ആളാണ്, എൻ്റെ ഈ സ്വർണ്ണ ചിറകുകളും സ്വർണ്ണ രൂപമൊക്കെ എനിക്ക് തന്നെ ഒരു ശാപമായല്ലോ എന്നൊക്കെ പറഞ്ഞ് ഈ ഹംസം കടന്ന് കരയാൻ തുടങ്ങി. അപ്പം നളൻ പറഞ്ഞു, ഞാൻ തന്നെ അങ്ങനെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് പിടിച്ചതൊന്നുമല്ല, ഒരു കൗതുകത്തിന് ഇങ്ങനെ പിടിച്ചു എന്നേ ഉള്ളൂ, തൽക്കാലം വിഷമിക്കേണ്ട എന്നൊക്കെ പറഞ്ഞപ്പോൾ നളൻ അത്ര മോശ ആളല്ല എന്ന് ഹംസത്തിന് തോന്നി. ആ സമയത്താണ് ഹംസം വിദർഭയിൽ ഭീമൻ എന്ന് വിളിക്കപ്പെടുന്ന ഒരു രാജാവിൻ്റെ മകളായിട്ടുള്ള ദമയന്തി എന്ന് വിളിക്കപ്പെടുന്ന രാജകുമാരിയുടെ ഒരു രൂപലാവണ്യം നളന് വിസ്തരിച്ച് പറഞ്ഞു കൊടുക്കുന്നത്.
എൻ്റെ നളൻ ഇങ്ങനൊരു പെൺകുട്ടിയെ താൻ കണ്ടിട്ടേ ഉണ്ടാവില്ല എന്നാണ്, അത്ര കാന്തി. ഇപ്പം തനിക്ക് സൂര്യൻ്റെ അത്ര കാന്തി ഉണ്ടെന്നൊക്കെയാണല്ലോ പറയണത്. ദമയന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളെ മോഹിക്കാത്തവരായിട്ട് ഈ ചക്രവർത്തി സ്ഥാനത്തിരിക്കുന്ന ആളുകൾ തൊട്ട് ഏറ്റവും താഴേക്കിടയിലുള്ള ആളുകൾ വരെ ആ പെൺകുട്ടി ഒന്ന് വിവാഹം കഴിച്ചാൽ കൊള്ളായിരുന്നു എന്ന് കരുതുന്നവരാണ്. താൻ ആരെങ്കിലും വരിക്കുന്നുണ്ടെങ്കിൽ അത് ദമയന്തി ആയിരിക്കണം. ഞാൻ ഒരു സഹായം തനിക്ക് ചെയ്യാം, എന്നെ ഇവിടെ നിന്ന് മോചിപ്പിച്ചാൽ തന്നെക്കുറിച്ചിട്ടുള്ള ഗുണഗണങ്ങളൊക്കെ തന്നെ ഞാൻ ഈ ദമയന്തിയോട് പോയിട്ട് പറയാം, തൻ്റെ സന്ദേശങ്ങൾ ഞാൻ ദമയന്തിക്ക് എത്തിച്ചു കൊടുക്കാം എന്ന് ഹംസമാണ് നളനോട് പറയുന്നത്. അങ്ങനെ നളൻ്റെ സന്ദേശങ്ങൾ വഹിച്ച് ഹംസം ദമയന്തിയുടെ അടുത്തെത്തുന്നതും ദമയന്തിയോട് നളനെക്കുറിച്ച് പറയുന്നതൊക്കെ ആയിട്ടുള്ള രംഗങ്ങളൊക്കെ നളചരിതം അട്ടക്കഥയിൽ വളരെ ഭംഗിയോടുകൂടി ആ പദങ്ങളൊക്കെ നമുക്ക് കേൾക്കാൻ സാധിക്കും. അങ്ങനെയാണ് നളൻ്റെ ജീവിതത്തിലേക്ക് ദമയന്തി കടന്നു വരുന്നത്. ആ ദമയന്തിക്കും നളനും പിന്നീട് എന്ത് സംഭവിച്ചു എന്നുള്ളതൊക്കെ തുടർന്നുള്ള അധ്യായങ്ങളിൽ നമുക്ക് കേൾക്കാം. ദമയന്തിയെക്കുറിച്ചും നമുക്ക് കേൾക്കാം. അപ്പം അങ്ങനെയുള്ള ആ നളദമയന്തിമാരുടെ കഥയെ അടുത്ത ദിവസം വീണ്ടും അനുസ്മരിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ അധ്യായത്തിൽ നിന്ന് വിടവാങ്ങുന്നു. എല്ലാവർക്കും നന്ദി, നമസ്തേ.